Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമുക്ക് നെറ്റ് ഇംഗ്ലീഷിന് ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ നമ്മുടെ 30 ദിവസ ദൈർഘ്യമുള്ള നെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ടുള്ള ഒരു സജീവമായിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. 30 ദിവസമാണ് നമുക്ക് ഇതിനൊരു ഒരു ടൈമായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, 30 ഡേയ്സിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണ് 30 ദിവസം എഫക്റ്റീവായിട്ട് നമുക്കൊരു പ്രിപ്പറേഷൻ നടത്താൻ പറ്റുന്നത്. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും ഇപ്പോൾ അല്ലേ, അതായത് ഇനിയുള്ള ലിമിറ്റഡ് ഡേയ്സിൽ എങ്ങനെ പഠിക്കാം, ഇത്രയും കോൺസെപ്റ്റ്സ് ഉണ്ട്, അത് എങ്ങനെ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും, പല ചോദ്യങ്ങളാണ്, കുട്ടികളുടെ ആശങ്കകൾ പലതാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവിടെ ഒരു നല്ല കോട്ടിലാണ് ഞാൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോക്കി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടു ഗോ ആഫ്റ്റർ യുവർ ഡ്രീംസ്. അതായത് ഇതുവരെ ചിലപ്പോൾ നെറ്റ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പല ആൾക്കാരാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് പോകുന്നത് അല്ലേ. സോ ഇന്നത്തെ ദിവസം, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന ദിവസം നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ തന്നെ ഒരു പ്ലെഡ്ജ് എടുക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോർ നെറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, UGC നെറ്റ് ഇംഗ്ലീഷിന് വേണ്ടിയുള്ള 30 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടു ഗോ ആഫ്റ്റർ യുവർ ഡ്രീംസ്. അതായത് PG വരെയൊക്കെ അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും നെറ്റ് ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ JRF അറ്റൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അല്ലേ. അതായത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു ഡ്രീം. അതായത് PG ക്ലാസ്സുകളിലൊക്കെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമുക്കൊക്കെ മോട്ടിവേഷൻ ആയിട്ട് നിന്നിട്ടുള്ള അധ്യാപകരുണ്ട് അല്ലേ. അപ്പോൾ അവരെ പോലെയൊക്കെ ആകാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണ്, വളരെയധികം റെസ്പെക്റ്റ് ഉള്ള ഒരു പ്രൊഫഷനാണ്. അതേപോലെ തന്നെ ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പ്രൊഫഷനാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് ആയാലും ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മളുടെ കോളേജ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള ഏറ്റവും വലിയൊരു യോഗ്യതയാണ് ഇപ്പം UGC നെറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ അതിനുവേണ്ടി നമുക്ക് ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ നമുക്കൊരു 10 യൂണിറ്റുകളാണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പം UGC നെറ്റിൻ്റെ ഇന്ത്യയുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 30 ദിവസമായിട്ട് നമുക്കത് എങ്ങനെ സമറൈസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. സോ 10 യൂണിറ്റുകളാണ് നമുക്ക് അതിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 10 യൂണിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. എങ്ങനെ ഈ ഒരു 10 യൂണിറ്റുകളിലൂടെ സഞ്ചരിച്ച് നമുക്ക് 30 ദിവസം കൊണ്ട് നമ്മുടെ നെറ്റ് എക്സാമിൽ എത്താം ശ്രമിക്കാം. നോക്കി, അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നിങ്ങളെ സിലബസ് ആണൊന്ന് കാണിക്കുന്നത്. അതായത് സിലബസിൻ്റെ എല്ലാ കാര്യങ്ങളും ചിലപ്പം എല്ലാവർക്കും അറിയണം എന്നില്ല. സിലബസിൻ്റെ പേരുകൾ തന്നെ ചിലപ്പോൾ 10 യൂണിറ്റിൻ്റെയും പേരുകൾ പോലും അറിയാത്തവരുണ്ടാവും അല്ലേ, പല ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു 10 യൂണിറ്റുകളുടെ പേരാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ഡ്രാമ എന്നാണ്. നമ്മൾ ബേസ് ലെവലിലാണ് ഇത് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. കാരണം ഇപ്പം കുറച്ച് ആൾക്കാർക്ക് സിലബസ് ഓൾറെഡി അറിയായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അതായത് അങ്ങനെയൊക്കെയുള്ള മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നവരുണ്ട്. അതായത് ചില ആൾക്കാർ പറയും, ഞാൻ ഇതിന് മുന്നേ ഒക്കെ പ്രിപ്പയർ ചെയ്തതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. 5 മാസം 6 മാസം ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു, പക്ഷെ എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു 30 ദിവസം ഞാൻ ചെയ്തു, എനിക്ക് സാധിച്ചു എന്നൊക്കെ കുട്ടികൾ പറയും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു പ്രീവിയസ് നോളജ് ഉണ്ടായിരിക്കണം. ആ നോളജ് ഉള്ളവർക്കാണ് ഷോർട്ട് ടൈമിൽ പ്രിപ്പയർ ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നത്. ഓക്കെ, സോ അല്ലാത്തവർക്ക് കുറച്ച് ടൈമൊക്കെ പിടിക്കും. എന്നാലും സാരമില്ല, നമുക്കൊരു അവസരമായിട്ട് ഇതിനെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. ഓക്കെ, ശ്രമിച്ചേ. നോക്കി, അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രാമ എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാമയിൽ നമുക്കറിയാം അല്ലേ, കോമഡീസും ട്രാജഡീസും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഏതൊക്കെ ഡ്രാമയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ ഡ്രാമ, ഇന്ത്യൻ ഡ്രാമ, അമേരിക്കൻ ഡ്രാമ, ബ്രിട്ടീഷ് ഡ്രാമ, കനേഡിയൻ ഇല്ലേ, അങ്ങനെയുള്ള എല്ലാ ഡ്രാമാസും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡ്രാമ എന്ന് മാത്രമേ അവർ ടൈറ്റിൽ തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഡ്രാമ എന്ന് പറയുമ്പം ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും, ക്രിറ്റിസിസം അല്ല, സ്റ്റിൽ ഡ്രാമയുടെ ഡെഫിനിഷൻസ് പഠിച്ച് കുറച്ച് ഡ്രാമയുടെ പേരുകളും ഡ്രാമാറ്റിസ്റ്റുകളുടെ പേരും മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നവർ, അവർക്ക് വളരെ ബുദ്ധിമുട്ട് പരീക്ഷയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെപ്ത് അനാലിസിസ് ഇല്ല. അപ്പം നിങ്ങൾ പഠിക്കുമ്പം എന്ത് ചെയ്യുക, ഇനി ആയാലും സമയമുണ്ട്, സമയമില്ല എന്ന് വിചാരിക്കേണ്ട. ഓരോ സെക്ഷൻസ് ആയിട്ട്, അതായത് ഡ്രാമ എന്ന് കേൾക്കുമ്പം നമ്മളുടെ പോസ്റ്റ് കൊളോണിയലും ഇന്ത്യനും ഇംഗ്ലീഷും ബ്രിട്ടീഷും കനേഡിയനും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്തതായിട്ട് പോയിട്രി ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പോയിട്രിയുടെ പ്രത്യേകതയും ഇങ്ങനെ തന്നെയാണ്. ഇന്റർനാഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പോയിട്രിയെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ, അമേരിക്കൻ, കനേഡിയൻ, ആഫ്രിക്കൻ എല്ലാ പോയിട്രീസും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത
അടുത്തതായിട്ട് ഫിക്ഷൻ ആണ്. ഫിക്ഷനും ഷോർട്ട് സ്റ്റോറിയും. എന്തായിരിക്കും ഇവിടെ നമുക്കുള്ളത്? കുറച്ച് നോവലുകളും കുറച്ച് ചെറുകഥകളും ഒക്കെയാണ് അല്ലേ. ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള നോവലുകളും ചെറുകഥകളും ഒക്കെ എല്ലാ രാജ്യത്തിൻ്റെയും ലിറ്ററേച്ചർ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഉള്ളത്. ഇനി നാലാമത്തെ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നോൺ ഫിക്ഷൻ ആണ്. നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള നറേഷൻ വരുന്ന ബുക്കുകളാണ് നോൺ ഫിക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ് അല്ലേ. നമ്മളുടെ ആ ഒരു ഡിസിഷൻ ആണ് ഏറ്റവും വലുത്. അതായത് ഇന്ന് ഈ വീഡിയോ കാണുന്നു, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ കാണാനായിട്ട്. അപ്പൊ നോക്കി, നോൺ ഫിക്ഷൻ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഏരിയ ആണ്. അഞ്ചാമത്തെ യൂണിറ്റ് അധികം ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. അഞ്ചാമത്തെ യൂണിറ്റിന്റെ പ്രത്യേകത ഉണ്ടോ? ലാംഗ്വേജ് ഉണ്ട്, ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ്, പെഡഗോഗി, ഇംഗ്ലീഷ് ഇൻ യൂസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അതായത് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സിഗ്നിഫയർ, സിഗ്നിഫൈഡ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. സിഗ്നിഫയർ നിങ്ങൾക്കറിയാം, സിഗ്നിഫൈഡ് നിങ്ങൾക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോംസ്കി കൊണ്ടുവന്നിട്ടുള്ള ലാഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിനെയാണ് നമ്മൾ ലാഡ് എന്ന് വിളിച്ചത് അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലാങ്, പെരോള്, ഇനി അതുപോലെ തന്നെ കോമ്പീറ്റൻസ്, പെർഫോമൻസ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ. തിയറി വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? പല തിയറികളുണ്ട് ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സെജസ്റ്റോപീഡിയ ഉണ്ട്, നമ്മുടെ ലെസനോവ് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പിലുണ്ട് അല്ലേ. സിറ്റുവേഷണൽ ആയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് നമുക്ക് ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ തിയറി ആയിട്ട് അവിടെ നോക്കണം. ഇനി അടുത്തതായിട്ട് ആറാമത്തെ യൂണിറ്റിൽ ഇതേ ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ആണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സും കൂടെ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്ത്യയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. എന്താണ് ഉത്തരം? നമ്മളുടെ ബ്രിട്ടീഷേഴ്സ് ആണ് ഇവിടെ ഈ ഒരു പ്രോസസ്സ് കൊണ്ടുവരുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസ് ഒക്കെ ധാരാളമായിട്ട് ആക്റ്റീവായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ടു സ്പ്രെഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള വർക്കുകൾ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ധാരാളം ബൈലിംഗ്വൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട് അല്ലെ. കമലാദാസ് ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്. ഇവരൊക്കെ തന്നെ 1ഉം 2ഉം ലാംഗ്വേജിൽ എഴുതിയവരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ L1 നേറ്റീവ് ലാംഗ്വേജിലും L2 അവരുടെ ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇനി നോക്കി, കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമുക്കുള്ളത്. നമുക്കറിയാം കൾച്യൂറ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പ്രയോഗത്തിൽ നിന്നാണ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നത്. ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അംബർല ടേമാണ്. നമ്മളുടെ ആന്റോണിയോ ഫ്രാൻസിസ്കോ ഗ്രാംജി, അതുപോലെ തന്നെ നമ്മുടെ ആൽത്യൂസർ, ഇനി അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള കാൾ മാക്സ്, ഫെഡറിക് ഏഞ്ചൽസ്, ഇവരൊക്കെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നോക്കി, നമുക്ക് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ വരുന്നുണ്ട്. എന്താണ് ഈ ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ പ്രാധാന്യം എന്നറിയാമോ? ലിറ്റററി ക്രിറ്റിസിസം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഭയക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ് ഈ 8ാമത്തെ യൂണിറ്റിനെ എനിക്ക് മനസ്സിലാക്കാൻ തോന്നിയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഒക്കെ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ, പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ ചോദിക്കും, ഈ ലിറ്റററി ക്രിറ്റിസിസം ആണോ ഏറ്റവും കൂടുതൽ ദിവസം എടുത്ത് പഠിക്കേണ്ടതെന്ന്? അങ്ങനെ ഒരു കാര്യമില്ല. ലിറ്റററി ക്രിറ്റിസിസം ബാക്കി എല്ലാ യൂണിറ്റിലും കൊടുക്കുന്ന അതേ ഫോക്കസിൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. എപ്പോഴാണ് ലിറ്റററി ക്രിറ്റിസിസം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതെന്ന് അറിയാമോ? നിങ്ങൾ അതിനെ ഭയങ്കര ഭയക്കേണ്ട ഒരു സംഭവമായിട്ട് കാണുമ്പോഴാണ്. അങ്ങനെയല്ല, ലിറ്റററി തിയറീസ് മാത്രം പഠിച്ചാൽ മതി, ലിറ്റററി തിയറിസ്റ്റുകളെ പഠിച്ചാൽ മതി. സംഭവം നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ മച്ച് ഈസിയർ ആണ്. കാരണം ഇപ്പോൾ നോവലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രാമയോ ഒക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ധാരാളം ഉണ്ട്. നോക്കി, പോസ്റ്റ് കൊളോണിയൽ പഠിക്കണം, അമേരിക്കൻ പഠിക്കണം, ആഫ്രിക്കൻ പഠിക്കണം, ഇന്ത്യൻ പഠിക്കണം, വളരെ അംബർല ബ്രാഞ്ച് ആയിട്ട് കിടക്കുകയാണ് അല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്ക് ലിറ്റററി തിയറീസ് മാത്രം ഫോക്കസ് കൊടുത്ത് തിയറിസ്റ്റുകളെയൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, അപ്പൊ യൂണിറ്റിന്റെ ടൈറ്റിൽ മാത്രം കണ്ടിട്ട് അതിനെ അനലൈസ് ചെയ്യരുത്. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ തന്നെ പല കുട്ടികൾക്കും ഭയമാണ് അല്ലേ. ഡ്രൈഡനെ പഠിക്കണം, ഡ്രൈഡന്റെ ക്രിറ്റിസിസം പഠിക്കണം, മാത്യു അർണോൾഡിൽ തുടങ്ങണം, TS എലിയറ്റിൽ എത്തണം, ഇങ്ങനെയൊക്കെയാണ് പല കുട്ടികളും അതിനൊരു ഭയത്തോടു കൂടി സമീപിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. ഓരോ തിയറിസ്റ്റുകളെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ക്രിറ്റിസിസംസിന്റെ പേരും അവരത് പ്രസന്റ് ചെയ്തിട്ടുള്ള ബുക്കിന്റെ പേരും അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷനും ഒക്കെ പഠിച്ചാൽ തന്നെ നമ്മൾ സേഫ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങളോട് പറയുന്നത്. കാരണം നമുക്ക് എന്താണ്, എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് നടപ്പിലാക്കിയതാണെങ്കിൽ മറ്റൊരാൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്ത് നോക്ക് നടക്കുമെന്ന് അല്ലേ. സോ ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പൊ നോക്കി, ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് നമുക്ക് കുറച്ചും കൂടെ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുള്ളവർക്ക് ഇപ്പം നമുക്കറിയാം അല്ലെ, കുറച്ച് ഏർലി ബേർഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ധാരാളം സമയം കിട്ടിയിട്ടുണ്ട്. അവർ പതിയെ പതിയെ ഓരോ കോൺസെപ്റ്റുകളായിട്ട് പഠിച്ചു വന്നിട്ടുണ്ടാവും. ഇനിയുള്ള സമയത്ത് പഠിക്കാനായിട്ട് നിൽക്കുന്നവർ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 4-5 hours എങ്കിലും ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓൾറെഡി ലോങ് ടൈമിൽ തന്നെ 4 hours ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ നമ്മളുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം, 5-6 ഒക്കെ മണിക്കൂർ വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു 30 days ബ്രേക്ക് എടുത്താലും തെറ്റില്ല. കാരണം ഈ ഒരു 30 days നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡ്രീമും കൂടെ അറ്റൈൻ ചെയ്യാൻ പോകുന്നത് നെറ്റ് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ JRF-ൽ എത്താം എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ക്രാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സർക്കിളിൽ തന്നെ നമുക്ക് വരുന്ന ഒരു ചേഞ്ച് ഒക്കെ തന്നെ ഉണ്ട് അല്ലേ. അതായത് അതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആസ്വദിക്കാനായിട്ട് സാധിക്കണം. ലൈഫിൽ ഓരോ സക്സസും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കണം ഇല്ലേ. ഫെയിൽവേഴ്സിൽ നിന്ന് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുകയും സക്സസിനെ നമുക്ക് ആഘോഷിക്കാനായിട്ടും സാധിക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം നെറ്റ് എഴുതാനായിട്ട് പോകുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ കുറച്ച് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തിയവരുണ്ടാവും. സോ എപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോൾ 10 വർഷം PG കഴിഞ്ഞിട്ട് 10 വർഷം ആയവരാണെങ്കിലും 12 വർഷം ആയവരാണെങ്കിലും ഒക്കെ തന്നെ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷമായിട്ടുള്ള കുട്ടികൾ നമ്മുടെ കൂടെ കാണും. സോ ഇനി ഒരു വർഷം കൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു വർഷം കൂടെ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എപ്പോഴും നമ്മളെ സബ്ജക്ട് നോളജിൽ നിന്നും അകലുന്നതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷം PG കഴിഞ്ഞിട്ട് ഈ തവണ നെറ്റ് എഴുതാൻ പോകുന്നവർ കുറച്ചും കൂടെ ആ ടോപ്പിക്കുമായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കും, അല്ലെങ്കിൽ ടോപ്പിക്കുമായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്നവരായിരിക്കും അല്ലേ. സോ ഇയേഴ്സ് ഇനിയും കൂടാതിരിക്കാനായിട്ട്, അതായത് 10 years ഒക്കെ തന്നെ കഴിഞ്ഞവർക്ക് വളരെ ഈസി ആയിട്ട് നെറ്റ് എഴുതി എടുക്കുന്നവരുണ്ട്. സോ കൂടുതൽ ഇത് നിങ്ങളുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനിയും കുറേ അറ്റംപ്റ്റ്സ് കൊടുത്ത് കുറേ ഇയേഴ്സ് വേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കുള്ളത് നമ്മുടെ ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് ആണ്. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ട്രോമ ആയിരുന്നു അല്ലേ. ട്രോമ ലിറ്ററേച്ചർ ഒക്കെ വന്ന ഒരു സമയമാണ്. സോ ധാരാളം തിയറിസ്റ്റുകളൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട്. അവർ പോപ്പുലറൈസ് ചെയ്തതാണ് ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേപ്പർ 1 റിസർച്ച് പഠിക്കാനുണ്ടല്ലോ. കുറേ സമയമൊക്കെ എടുത്ത് നിങ്ങൾ അവിടെ റിസർച്ച് പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പേപ്പർ 1 പഠിച്ചതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് പേപ്പർ 2 വരുന്നത്. റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് ഈ യൂണിറ്റിന്റെ പേര്. എന്താണ് യൂണിറ്റിന്റെ പേര്? റിസർച്ച് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് ഇൻ ഇംഗ്ലീഷിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് റിസർച്ച് മെത്തേഡുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇവിടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആപ്സും വെബ്സൈറ്റ്സും ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്കറിയാലോ MLA എന്നൊക്കെ പറയുന്ന ഐഡിയാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. MLA 8 ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സുപരിചിതമായിരിക്കും. കാരണം എന്താണ്, നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്തവരാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട്, അതായത് ഒരു റിസർച്ചറായിട്ട് നിങ്ങളെ മാറ്റുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മളുടെ 10ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ്സിന്റെ ഏതിൻ്റെയെങ്കിലും പേര് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ യൂണിറ്റുകളുടെ പേര് ഒന്ന് എഴുതി പോവുക കേട്ടോ. ഇത് നമുക്ക് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ NTA UGC നെറ്റിന്റെ വെബ്സൈറ്റ് എടുത്താലോ ഒക്കെ തന്നെ നമുക്ക് ഒരു സിലബസ് അവിടെയുണ്ട്. ഓക്കെ, അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം വേണേൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ടും സാധിക്കും. പിന്നെ അടുത്തതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. നോക്കിയാലോ എങ്ങനെയാണ് 30 ദിവസം കൊണ്ട് നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതും ഇംഗ്ലീഷ് പോലെയുള്ള ഒരു സബ്ജക്റ്റിൽ. നോക്കി, ഇതിപ്പോൾ നമ്മുടെ പേപ്പർ 2 ആണ് കേട്ടോ. പേപ്പർ 1 നിങ്ങൾ ഓൾറെഡി ഇതിനോടൊപ്പം തന്നെ ചെയ്തോണം. പേപ്പർ 2 ആണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഡേയ്സ് 1 to 3 നമുക്ക് ഡ്രാമയ്ക്ക് ഫോക്കസ് കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഏതൊക്കെ ഡ്രാമാസ് ആണ് പ്രയോറിറ്റിയിലുള്ളതെന്ന് അല്ലേ. എപ്പോഴും ഡ്രാമ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പോസ്റ്റ് കൊളോണിയൽ ഡ്രാമ. അപ്പം നിങ്ങളത് സ്ട്രൈക്ക് ചെയ്ത് വെച്ചോണം. പോസ്റ്റ് കൊളോണിയൽ ഡ്രാമയിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പം പോസ്റ്റ് കൊളോണിയൽ ഡ്രാമ നമുക്കത് PC ഡ്രാമ എന്ന് വേണേൽ എഴുതാം. പോസ്റ്റ് കൊളോണിയൽ ഡ്രമാറ്റിസ്റ്റുകളൊക്കെ നമുക്കുണ്ട്. ചിന്നു അച്ചിബി, അതുപോലെ തന്നെ നമ്മുടെ വോൾ സോയിങ്കയൊക്കെ എപ്പോഴും ചോദ്യപേപ്പറിൽ വരുന്ന ഡ്രമാറ്റിസ്റ്റുകളാണ്. ഇനി അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഡ്രാമ എങ്ങനെയാണ്, ആഫ്രിക്കൻ എങ്ങനെയാണ്, അമേരിക്കൻ എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ ഡ്രാമ പഠിക്കാൻ മറക്കരുത്. അവിടെ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. സോ അതും ധാരാളമായിട്ട് സൈലൻസ് ദ കോട്ട് ഈസ് ഇൻ സെക്ഷനൊക്കെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഡാൻസ് ലൈക്ക് എ മാൻ, നമ്മുടെ മഹേഷ് ദത്താണിയുടെ നാടകം, ഇതൊക്കെ തന്നെ ചോദ്യങ്ങളാണ്
സ്ഥിരമായിട്ട് വരുന്നത്. സോ അപ്പം ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ആ ഒരു ഡേ 1 to 3 നമുക്ക് ഡ്രാമ റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡേ 4 and 5 നിങ്ങൾ എന്തിനു യൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഓക്കെ, എസ്പെഷ്യലി ഡേ 4 നിങ്ങൾ എന്തിനു യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് റിവൈസ് ചെയ്യാനായിട്ട് വേണം ഡേ 4 യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 3 ദിവസം കൊണ്ട് പഠിച്ചത് ഈ 4ാമത്തെ ദിവസം റിവൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഡേ 2 നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഡേ 1 to 3 നിങ്ങൾ എന്ത് ചെയ്യുക? ഡ്രാമ പഠിക്കുക. ഡേ 4 നിങ്ങൾ ആ ഒരു ഡ്രാമയുടെ റിവിഷൻ അങ്ങ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡേ 5 to 7 നിങ്ങൾ പോയിട്രി എടുക്കാനും, ഓക്കെ, അതായത് പോയിട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് ആ ഒരു സമയത്ത് പോയിട്രിയുമായിട്ട് ബിലോങ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ടും അതിൻ്റെ നോട്ട്സ് കണ്ടെത്താനായിട്ടും അതിൻ്റെ ക്ലാസ്സസ് കാണാനായിട്ടും ഒക്കെ ശ്രമിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് കോണ്ടന്റും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് എപ്പോഴും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം. എന്നിട്ട് അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പം 5 to 7 മതി അതിന്. നമുക്ക് ഇനി വരുന്ന ആ ഒരു ഡേ 8 തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ 2ാമത്തെ യൂണിറ്റിന്റെ റിവിഷൻ അവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഈ റിവിഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മൾ PYQന് ഫോക്കസ് കൊടുക്കുന്നുണ്ടോ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കാണ്. ഡേ 8 നിങ്ങൾക്ക് അതിന്റെ റിവിഷൻ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് 3ാമതൊരു യൂണിറ്റ് ഉണ്ട്, ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് 9 to 11, ഓക്കെ, ഡേ 9 to 11 നിങ്ങൾക്ക് ആ ഒരു ഫിക്ഷൻ പഠിക്കാനായിട്ട് സാധിക്കും. പല നോവലുകൾ അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ അവിടെ നോക്കുക. ഡേ 12 തന്നെ അതിന്റെ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് ചെയ്തോണേ, ഈ ഒരു പ്രാക്ടീസ് 30 ദിവസമേ ഉള്ളൂ. ആ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ്, വളരെ ഒരുപാട് സമയമുള്ള പ്രോസസ്സ് ആണെന്നൊന്നും പറയുന്നില്ല. കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ്, പക്ഷെ നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ആവശ്യബോധത്തിൽ ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു 4th യൂണിറ്റ്, ഓക്കെ, 13 to 15 ആ ഡേയ്സിൽ നമുക്ക് 4th യൂണിറ്റ് നോൺ ഫിക്ഷൻ എടുക്കാം. അതായത് ഡേ 16 തന്നെ അതിൻ്റെ റിവിഷനും കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഡേ 16 അതിൻ്റെ റിവിഷൻ. 17 to 19 നമുക്ക് ലാംഗ്വേജ്, ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ്, പെഡഗോഗി, ഇംഗ്ലീഷ് ഇൻ യൂസ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന്. സോ അതിൻ്റെ റിവിഷൻ നമ്മൾ ഡേ 20 ചെയ്യുന്നു. ഇനി എത്ര ദിവസമുണ്ട്? 10 ദിവസം കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഡേ 21 to 22 നിങ്ങൾ എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഞാനിവിടെ ചെയ്തിട്ടുള്ള പ്രോസസ്സ് കണ്ടോ? അതായത് ചില യൂണിറ്റുകൾക്ക് കൂടുതൽ ദിവസം കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ഡേ എടുത്ത് റിവൈസ് ചെയ്യേണ്ട യൂണിറ്റുകൾ നമുക്കുണ്ട്. ഓക്കെ, എന്നാൽ ചില യൂണിറ്റുകൾക്ക് അത്രയും അങ്ങ് സമയം വേണ്ട, പെട്ടെന്ന് തീരുന്ന യൂണിറ്റുകളുണ്ട്. അവിടെയാണ് നമുക്ക് ഒരാളിൻ്റെ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് വേണ്ടത്, ഒരാൾ പറഞ്ഞു തരാനായിട്ട് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ് അത് നമുക്ക് 21 to 22 ആ ഡേയ്സിൽ അങ്ങ് തീർന്നോളും. ഈ 23rd ഡേയിൽ അതിൻ്റെ റിവിഷനും കൂടെ നിങ്ങൾ അങ്ങ് ചെയ്യണം. 3 ദിവസം കിട്ടിയല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് 24 to 25 എന്ത് ചെയ്യണം? കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കണം. ഇനി ഈ 25 ആ ഒരു 25th ഡേയുടെ ഒരു ന്യൂൺ ടൈമോട് കൂടി, ഓക്കെ, ഉച്ചയോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ കൾച്ചറൽ സ്റ്റഡീസ് അങ്ങ് തീരും. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ പഠിക്കാമെങ്കിൽ കൃത്യമായിട്ട് അതങ്ങ് തീരും. ഒരു 10 മണിക്കൂർ പഠിക്കാനുള്ള കോൺസെപ്റ്റേ ഉള്ളൂ കൾച്ചറൽ സ്റ്റഡീസിൽ. എത്ര ഡീപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ആ സമയത്തിനുള്ളിൽ തീരുകയും ചെയ്യും. സോ 25ാമത്തെ ദിവസം യൂണിറ്റ് 7ന്റെ റിവിഷനും കൂടെ നടത്തിയതിന് ശേഷം വേണം നിങ്ങൾ ഉറങ്ങാനായിട്ട്. ഇനി നോക്കി ഡേ 26 ലിറ്റററി ക്രിറ്റിസിസം പഠിക്കാം. ലിറ്റററി ക്രിറ്റിസിസം ആണ് കുട്ടികളെ ഏറ്റവും ഭയക്കുന്നതെന്ന് ഓർക്കണം. സോ അത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീരാനും സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ റിവിഷനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ തീരും. ഓക്കെ, അത്രയും ഈസി ആയിട്ട് ലിറ്റററി ക്രിറ്റിസിസം നമ്മളുടെ കയ്യിൽ സേഫ് ആണ്. ഓക്കെ, സോ ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുന്നു, അതിന്റെ റിവിഷനും കൂടെ നമ്മൾ ചെയ്യുന്നു. ഇനി നോക്കി ഡേ 27 നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് പഠിക്കുന്നു. ഓക്കെ, 27 തന്നെ അതിന്റെ റിവിഷനും തീരും. ലിറ്റററി ക്രിറ്റിസിസവും അതുപോലെ തന്നെ നമ്മളുടെ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് തിയറീസും ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനും റിവിഷൻ കണ്ടക്ട് ചെയ്യാനും സാധിക്കുന്ന യൂണിറ്റുകളാണ്. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ആ ഒരു 27 ഡേയിൽ നമ്മൾ അതിന്റെ റിവിഷൻ നടത്തി. 28 നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കി, റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ് പഠിച്ചു. ഓക്കെ, റിസർച്ച് പഠിച്ചു. 28th ഡേയിൽ തന്നെ യൂണിറ്റ് 10ന്റെ റിവിഷനും കഴിഞ്ഞു. 28 ദിവസം കൊണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കും പറയുമ്പോൾ എളുപ്പമാണെന്ന്, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നോക്കി ഉറപ്പായിട്ടും നടക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളോട് തന്നെ റെസ്പോൺസ് തരാനായിട്ട് സാധിക്കും, ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് വിജയിച്ചു എന്ന്. ഓക്കെ, സോ 28 ദിവസം കൊണ്ട് നമ്മളുടെ ആ ഒരു 10 യൂണിറ്റ് പഠിച്ചു. ഓക്കെ, പഠിച്ചു. നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളത് പഠിച്ചു.
ഇനി 29ാമത്തെ ദിവസം നമ്മൾ 1 മുതൽ 5 വരെയുള്ള യൂണിറ്റ് വീണ്ടും റിവൈസ് ചെയ്യുകയാണ്. 30ാമത്തെ ദിവസം 6 മുതൽ 10 വരെയുള്ള യൂണിറ്റ് റിവൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതായ യൂണിറ്റുകൾ നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഡ്രാമ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ഡ്രാമ കോൺസെപ്റ്റ്സും കവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം പല ഡ്രാമാസ് ഉണ്ട് അല്ലെ, പോപ്പുലർ ആയിട്ടുള്ള പല ഡ്രാമാസ് ഉണ്ട്, അതിന്റെ ഐഡിയാസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലിറ്റററി ക്രിറ്റിസിസവും കൾച്ചറൽ സ്റ്റഡീസും അതുപോലെ തന്നെ നമ്മളുടെ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡും റിസർച്ചും ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒതുങ്ങും. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കുന്ന യൂണിറ്റുകളാണ്. റിവിഷനും നടക്കും. അപ്പൊ ആദ്യത്തെ പാർട്ട് 1, അതായത് പാർട്ട് 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1 മുതൽ 5 വരെയുള്ള യൂണിറ്റുകൾക്കാണ് ടൈം കുറച്ചും കൂടെ അധികമാവുന്നത്. 6 മുതൽ 10 വരെയുള്ള യൂണിറ്റുകൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന യൂണിറ്റുകളാണ്. ഓക്കെ, ഈസി ആയിട്ട് തന്നെ നമുക്ക് കയ്യിലാക്കാനായിട്ട് ആ യൂണിറ്റുകൾ സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് സക്സസ് ഇൻഗ്രീഡിയൻസ് ആണ്, കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, മറ്റുള്ളവരുടെ മോട്ടിവേഷന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിലും, അതായത് നല്ല ഉപദേശങ്ങൾ തരുന്നത് സ്വീകരിക്കണം, അതുപോലെ തന്നെ ആ ഒരു ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നുള്ളതും. ഓക്കെ, നടക്കുമെന്നുള്ള വിശ്വാസം വേണം. ചിലപ്പോൾ 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ 15 ദിവസം ആകുമ്പോൾ നമുക്കൊരു സംശയം പതിയെ വരും. നടക്കുമോ, ഞാൻ 15 ദിവസം ഇത്രയും എത്തിച്ചു, ഇനി മുന്നോട്ട് ഇങ്ങനെ നടക്കുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വെറുതെയാ. ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആശങ്ക വെറുതെ ആയിരുന്നു എന്ന്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ 30 ദിവസം പഠിച്ചെടുക്കാനായിട്ട് തന്നെ സാധിക്കും. ഓക്കെ, ഡിറ്റർമൈൻഡ് ആണെങ്കിൽ. അപ്പം സക്സസ് സ്റ്റാർട്ട്സ് ഇൻ ദ മൈൻഡ്, റൈറ്റ്? ഇപ്പൊ സക്സസിനുള്ള ഒരു പോയിന്റിലൊക്കെ എത്തിയോ നിങ്ങൾ? സോ സക്സസ് സ്റ്റാർട്ട്സ് ഇൻ ദ മൈൻഡ്. ഇഫ് യു ആർ ഓപ്റ്റിമിസ്റ്റിക്, ഇഫ് യു വാണ്ട് യുവർ നെറ്റ്, ഇറ്റ് ഈസ് ഓൾ പോസിബിൾ. ഓക്കെ, ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പീസ് ഓഫ് മൈൻഡ് ഉറപ്പിക്കുക. നമുക്ക് എപ്പോഴും പുതിയ പുതിയ കോൺസെപ്റ്റിലോട്ട് പോകാനൊക്കെ അത്യാവശ്യം പീസ് ഓഫ് മൈൻഡാണ്. സമാധാനമായിട്ടുള്ള ഒരു മൈൻഡിലിരുന്ന് പഠിക്കുക. ഹാവ് ആൻ എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ. അതിപ്പോൾ നമുക്കുണ്ട്. 30 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. കൺസിസ്റ്റൻസി, എന്നും പഠിക്കണം അല്ലേ? ആകെ 30 ദിവസമേ ഉള്ളൂ. സോ എന്നും തന്നെ നമ്മുടെ ആ ഒരു 5 to 6 hours ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തത് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ആണ് അല്ലേ? എല്ലാം നമുക്ക് ഹാർഡ് വർക്കോടുകൂടി സാധിക്കും. പ്ലസ് നമ്മൾ കുറച്ച് സ്മാർട്ട് വർക്ക് ഉപയോഗിക്കണം. എന്ന് പറയുമ്പോൾ PYQ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണ്? മാർജിനലൈസ്ഡ് ആയിട്ട് വരുന്ന സെക്ഷൻസ് ഉണ്ടോ? അതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കൂടുതൽ പ്രയോറിറ്റി ഉള്ള മാറ്റേഴ്സ് ആദ്യം തന്നെ പഠിച്ച് മനസ്സിലാക്കണം. ഇനി അടുത്തത് തിങ്ക് പോസിറ്റീവ് ആൻഡ് സ്റ്റേ മോട്ടിവേറ്റഡ് അല്ലേ? ഒരു സെൽഫ് മോട്ടിവേഷൻ നമ്മൾ തന്നെ സാധിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു വിൽ ബി അൺസ്റ്റോപ്പബിൾ. പിന്നെ അടുത്തത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് PYQന് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. ജനറൽ ഐഡിയാസ് അബൌട്ട് ദ എക്സാം നമുക്ക് ഉണ്ടായിരിക്കണം ഇല്ലേ? 2 പാർട്ടാണ് ഈ ഒരു പരീക്ഷയ്ക്കുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 2ൽ 10 നമ്മളുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ 10 യൂണിറ്റുകൾ വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേ അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, ഭയങ്കര സൗണ്ട് ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് പഠിച്ചാൽ നമുക്കൊന്നും തലയിൽ കയറില്ല. ആ സമയത്ത് നമ്മൾ തന്നെ ആ ഒരു നമ്മളുടേതായിട്ടുള്ള പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അവോയ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻസ്, അതായത് അത് ഉറപ്പിക്കേണ്ട ഒരു കാര്യം കേട്ടോ. 30 ദിവസമേ ഉള്ളൂ. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പരീക്ഷ അടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങും എത്തില്ല. സോ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കണം. അതായത് നാളെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട്, അതായത് ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ ബ്ലെയിമിങ്സ്, ഇപ്പൊ നമ്മൾ ഓവർ കമ്പാരിസൺസ് ഒന്നും നടത്താൻ പോകരുത്. ബാക്കിയുള്ളവർ എവിടെ പഠിച്ചു, അത് കമ്പയർ ചെയ്യാൻ പോകുന്നു, നമ്മൾ അത്ര എത്തിയില്ല എന്നൊക്കെയുള്ള ഫീലിങ്സ് എലിമിനേറ്റ് ചെയ്ത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ 10 യൂണിറ്റുകളാണ് വരുന്നത്. 10 യൂണിറ്റുകളുടെ ഒരു അനാലിസിസ് നമ്മൾ ചെയ്തു. 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 28 ദിവസമേ നമ്മൾ എടുത്തുള്ളൂ നമ്മളുടെ ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലേ? 29ഉം 30ാമത്തെയും ദിവസം നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. സോ PYQന് ഫോക്കസ് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.